സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. നെതന്യാഹു ഈ ദിവസങ്ങളിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും വിജയിക്കുന്നതുവരെ യുദ്ധം ചെയ്യും എന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയുണ്ടായി. ഞാൻ പല വീഡിയോകളിലും സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങളായി നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് സംഗതികളാണ്. ഒന്ന്, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക. രണ്ട്, ബന്ധികളെ പൂർണ്ണമായും മോചിപ്പിക്കുക. അതാണ് യുദ്ധത്തിൻ്റെ വിജയം എന്നതുകൊണ്ട് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. വിജയിക്കാതെ അടങ്ങുകയില്ല എന്നൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. ആര് കൂടെ നിന്നാലും ഇല്ലെങ്കിലും എന്നാണ് ആ പ്രസംഗം അവസാനിക്കുന്നത്. ഇപ്പം ഗാസയിലെ മിലിറ്ററി ഓപ്പറേഷൻസ്, IDFൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അവിടെ ഹമാസിൻ്റെ ഭീകരപ്രവർത്തകരെ കൊല്ലപ്പെട്ടതായും സാധാരണ മനുഷ്യർ മരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഹമാസിൻ്റെ ഭീകരരെ ഏകദേശം അതിൻ്റെ തലപ്പത്തുള്ളവരെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യവും റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. നമ്മൾ ആ വിഷയവും അനലൈസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ ദിവസങ്ങൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഇവർ ഈ ഹോസ്റ്റേജസിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഡെഡ് ലോക്കാണ് സംഭവിച്ചിട്ടുള്ളത്. നെതന്യാഹുവിനെ സംബന്ധിച്ച് ഹോസ്റ്റേജസിന്റെ റിലീസുമായി അദ്ദേഹത്തിന് പറയാനുള്ളത് താൽക്കാലിക വെടിനിർത്തലാവാം, മുഴുവൻ ഹോസ്റ്റേജസിനെയും വിട്ടേക്കണം. മരിച്ചവരോ ജീവിച്ചവരോ 58 ഹോസ്റ്റേജസ് ആണ് അവരുടെ കയ്യിലുള്ളത്. ആ 58 ഹോസ്റ്റേജസിനെയും ഐദർ ഡെഡ് ബോഡി ഓർ ലിവിങ് ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പററി സീസ് ഫയർ ആവാം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക നിലപാട്. നേരെ മറിച്ച് ഹമാസ് സ്റ്റീവ് വിറ്റ്കോഫിനെ അറിയിച്ചിട്ടുള്ള അവരുടെ നിലപാട് എന്ന് പറയുന്നത് 60 ദിവസത്തെ വെടിനിർത്തലിന് പകരമായി 10 ഹോസ്റ്റേജസിനെ വിട്ടുതരാം. 60 ദിവസത്തെ വെടിനിർത്തൽ, 10 ഹോസ്റ്റേജസ്. അപ്പോൾ ഈ രണ്ട് ഭാഗവും അവരവരുടെ ആർഗ്യുമെന്റ്സിൽ അഡമൻ്റായി നിൽക്കുന്നത് കൊണ്ട് ഇതൊരു കൺക്ലൂഷനിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിറ്റ്കോഫ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഹമാസിനെ സംബന്ധിച്ച് ഈ ബന്ധികൾ എന്ന് പറയുന്നത് അവരുടെ സെക്യൂരിറ്റി കോണ്ടോണാണ്. അവർ അതിനകത്താണ്. ഹമാസിൻ്റെ നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മൂവ് ചെയ്യുന്നത് ഈ സെക്യൂരിറ്റി ആയിട്ട് ഈ ഹോസ്റ്റേജസിനെ ചുറ്റും നിർത്തിക്കൊണ്ടാണ് അവിടെ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഹോസ്റ്റേജസിനെ ചുറ്റും നിർത്തുന്നതിൽ ചെറിയൊരു വീഴ്ച വരുത്തിയതിൻ്റെ പേരിലാണ് മുഹമ്മദ് സിൻവാറ കഴിഞ്ഞ ദിവസം വധിക്കപ്പെട്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ഇതൊക്കെ ഇന്റർനാഷണൽ റിപ്പോർട്ടുകളിൽ വരുന്ന സംഗതികളാണ്. ഒരു ന്യൂസ് അനാലിസിസ് എന്ന നിലയിൽ നമ്മൾ പറഞ്ഞത് അത് ആ ഒരു ചെറിയ വീഴ്ചയിൽ നിന്നാണ് ആ സംഗതി സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ന് അഷർക്ക് അൽ ഔസദ് എന്ന് പറയുന്ന ലണ്ടൻ ബേസ്ഡ് ആയിട്ടൊരു ന്യൂസ് പേപ്പർ, ഇത് ഹമാസിൻ്റെ വാർത്തകൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത് അറബിക് ന്യൂസ് പേപ്പറാണ്, ഇന്റർനാഷണൽ ന്യൂസ് പേപ്പറാണ്, ലണ്ടനിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. ആ ന്യൂസ് പേപ്പറിലെ റിപ്പോർട്ട് പ്രകാരം ഹമാസ് ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ഡൗണിലാണ്. അവരുടെ സാമ്പത്തികം പൂർണ്ണമായും പൊളിഞ്ഞു പോയിരിക്കുന്നു. ആൾനാശം വലുതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ഒട്ടുമില്ല. അവർ മരിച്ചു പോകുന്നതിനനുസരിച്ച് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകൾ മുഴുവൻ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. നേരെ മറിച്ച് ഈ ഹമാസിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രായേൽ കടന്നു കയറിയ ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സാണ്. ആ ഫോഴ്സ് ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, ദീർഘകാലത്തെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സാണ് ആ ഓപ്പറേഷൻ നടത്തിയതും. അതിന് ബദലായി ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേലിനോട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതും ആ ഫോഴ്സാണ്. ഇന്ന് ആ ഫോഴ്സിൽ നിന്ന് ആരും തന്നെ ബാക്കിയില്ല, മുഴുവൻ തന്നെ റിമൂവായിപ്പോയി. നേതാക്കന്മാർ പോയതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള സാധാരണ ഭീകരപ്രവർത്തകരും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. പകരം അവർ ആളുകളെ പുതുതായി റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പലപ്പോഴും 15 വയസ്സും 16 വയസ്സുള്ള ബോയ്സാണ്. ഈ ഹമാസിൻ്റെ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് ബഹുഭൂരിഭാഗം ബോയ്സാണ്. ഈ ബോയ്സിന് ഇവർ നല്ല സാലറി കൊടുക്കുന്നുണ്ട്. ഏകദേശം 1000 മുതൽ $1200 വരെയാണ് ഏറ്റവും ലോവസ്റ്റ് സാലറിയായി ഹമാസ് ഇവർ കൊടുത്തിരുന്നത്. ഇപ്പോഴവർക്ക് ഏകദേശം 900 ഷെക്കേൽ എന്ന് പറഞ്ഞാൽ ഏകദേശം $240. അതിന് തക്ക ഒരു എമൗണ്ട് മാത്രമേ ഇപ്പോൾ കൊടുക്കാൻ ഹമാസിന് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഹമാസിൻ്റെ ഭീകരപ്രവർത്തകർ, ഹമാസിൻ്റെ അണികൾ ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് ഈ അഷർക്ക് അൽ ഔസദ് ന്യൂസ് പേപ്പർ ഹമാസിൻ്റെ തന്നെ ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിട്ടുണ്ട്. അപ്പം അതിനിടയിലൂടെ ഈ ക്രൂക്സ് വേൾഡ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം, ഇത് മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് ന്യൂസുകൾ കളക്ട് ചെയ്ത് തരുന്ന ഒരു വീഡിയോ മാധ്യമമാണ്. ആ മാധ്യമം പറഞ്ഞത് ഫിംഗർ ഓൺ ദി ട്രിഗർ എന്നാണ് ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ഇപ്പോഴത്തെ നിലയെ സംബന്ധിച്ച് ഫിംഗർ ഓൺ ദി ട്രിഗർ. അതായത് CNN കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ ഉടനെ തന്നെ ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇറാനിൽ നിന്നും വരുന്ന മിസൈലുകളെ ഡിഫെൻഡ് ചെയ്യേണ്ട പൊസിഷനുകളിലേക്ക് ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ മാറ്റി സ്ഥാപിച്ചു, ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.
അപ്പം ഈ ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ തടുക്കുവാൻ വേണ്ടി ഉള്ള സ്ഥലങ്ങളിലേക്ക് റീഡിപ്ലോയ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഹൂത്തികളുടെ മിസൈലുകളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെയൊക്കെ ഒരു റീഡിപ്ലോയ്മെൻറ്റ് നടത്തിയിരുന്നു. അത് വീണ്ടും ഡിപ്ലോയ്മെൻറ്റ് നടത്തി ഇറാനിൽ നിന്ന് വരുന്ന പ്രൊജക്ടൈൽസിനെ ഡിഫെൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഈ ക്രൂക്സ് വേൾഡ് ഓൺലൈൻ എന്ന് പറയുന്ന മാധ്യമം ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിലെ ടെലിവിഷൻ ചാനലുകളിലൊക്കെ വരുന്നൊരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് വേൾഡ് വാർ 3 ആകുമോ, 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും എന്നൊക്കെയാണ് ഓരോരുത്തരും തട്ടിവിടുന്നത്. ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്കൊന്നും നയിക്കുകയില്ല. കാരണം ലോകമഹായുദ്ധങ്ങളുണ്ടായ കാലഘട്ടത്തിലുള്ള വേൾഡ് പൊളിറ്റിക്സ് അല്ല ഇന്നുള്ള വേൾഡ് പൊളിറ്റിക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2-ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ലോകത്തിന്റെ പകുതി ബ്രിട്ടന്റെ കയ്യിലായിരുന്നു. അതായത് ബ്രിട്ടൻ ഒരു ഭാഗത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പകുതി ഒരു ഭാഗത്ത് നിൽക്കുക എന്നതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് യുദ്ധം തുടങ്ങിയത് ജർമ്മനിയാണെന്ന് നമുക്കറിയാം. ജർമ്മനിയുടെ കൂടെ ഉണ്ടായിരുന്ന ഇറ്റലിയായിരുന്നു. ജപ്പാൻ അതിനിടയിൽ വന്നുപെട്ടതാണ്. അമേരിക്കയോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ പസഫിക് സമുദ്രത്തിൽ മേൽക്കൈ നേടാൻ വേണ്ടി അന്ന് ജപ്പാൻ ഈ യുദ്ധത്തിനകത്ത് കടന്നു കയറി വന്നതാണ്. ജപ്പാന്റെ ഇൻട്രസ്റ്റ് വാസ്തവത്തിൽ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഇൻട്രസ്റ്റ് ആയിരുന്നില്ല. ജർമ്മനിക്കും ഇറ്റലിക്കും ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് യൂറോപ്പിന്റെ മേലെ മേൽക്കൈ നേടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ യൂറോപ്പിന്റെ നേരെ മേൽക്കൈ നേടാൻ വേണ്ടി അവർ ചെയ്ത യുദ്ധത്തിൽ ജപ്പാൻ വന്ന് ചാടി അമേരിക്കയുടെ മേലെ മേൽക്കൈ നേടാൻ വേണ്ടി, പസഫിക് ഓഷന്റെ മേലെ മേൽക്കൈ നേടാൻ വേണ്ടി ജപ്പാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഈ ആക്സിസ് ഫോഴ്സ് എന്ന് പറയുന്ന ജപ്പാൻ, ജർമ്മനി, ഇറ്റലി എന്ന് പറയുന്ന 3 രാജ്യങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ഫോഴ്സ് അവിടെ രൂപപ്പെട്ടത്. അവരെ ഒപ്പോസ് ചെയ്തതാണ് ബാക്കി ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും, റഷ്യയും ചൈനയും അമേരിക്കയും എൻറ്റയർ യൂറോപ്പും. ബ്രിട്ടനാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പവർ. അപ്പം എൻറ്റയർ യൂറോപ്പും അതിൻ്റെ പിന്നാലെ ചേർന്നത് ഈ ഒരു സംഘത്തിൽ. അത്തരം ഒരു പൊളിറ്റിക്സ് ഇന്ന് ലോകത്തിൽ നിലവിലില്ല. നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ കഥ തന്നെ അറിയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമീപകാലത്ത് ഉണ്ടായത് ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിലും അത് വലിയ യുദ്ധത്തിന്റെ എല്ലാ മാനങ്ങളും സ്വീകരിച്ച ഒരു സംഗതിയാണ്. അപ്പോൾ ആ യുദ്ധത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഇന്ത്യക്ക് കൃത്യമായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യയിൽ വന്ന് പാകിസ്ഥാൻ ഭീകരപ്രവർത്തനം നടത്തി. ഇന്ത്യയെ സംബന്ധിച്ച് അതിനൊരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. അങ്ങനെ ഇന്ത്യ ആ ഭീകരപ്രവർത്തകരുടെ 9 താവളങ്ങൾ തകർക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ പേരിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നു. പാകിസ്ഥാനെ കൊണ്ട് ഒരു തരത്തിലും ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് 4 ദിവസം കൊണ്ട് മനസ്സിലാക്കിയ പാകിസ്ഥാൻ അടിയറവ് പറയുന്നു, വെടിനിർത്തൽ വേണമെന്ന് പറയുന്നു. അതോടെ അത് അവസാനിക്കുന്നു. പാകിസ്ഥാന്റെ ഓൾ വെതർ ഫ്രണ്ട് എന്ന് പറയുന്ന ചൈന വലിയ മുഴുത്ത ആളായിട്ട് ചൈന ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് വന്ന് തലവയ്ക്കാൻ തയ്യാറായത് തുർക്കിയാണ്. തുർക്കിയെ സംബന്ധിച്ച് ഒരു ശക്തിയൊന്നുമല്ല തുർക്കിയെ സംബന്ധിച്ച് അത് അവരുടെ കുറച്ച് ഡ്രോൺ വിൽക്കാൻ പറ്റുമോ, മുസ്ലിം രാജ്യത്ത് വലിയ ആളാവാൻ പറ്റുമോ, പാകിസ്ഥാനെ പ്രീതിപ്പെടുത്തി പാകിസ്ഥാനിൽ നിന്ന് ന്യൂക്ലിയർ ടെക്നോളജി ചോർത്തിയെടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ചില വില കുറഞ്ഞ താല്പര്യങ്ങളുടെ പേരിൽ മാത്രം തുർക്കി അതിൽ വന്ന് ചാടിയതാണ്. നമ്മളതിനെ മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. തുർക്കി ഇതിനകത്ത് വന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വിഷയമേ ആയിട്ടില്ല. അവരുടെ ടാർഗറ്റിലെത്താൻ പറ്റാത്ത ഡ്രോണുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളോ നമ്മളെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. അപ്പോൾ അതിലൊരു മറ്റ് രാജ്യങ്ങൾ അതിനകത്ത് പങ്കെടുക്കില്ല. കാരണം ലോകം മാറി. ഇന്ന് ലോകത്തെ സംബന്ധിച്ച് എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും താല്പര്യമുള്ളത് അവരുടെ എക്കോണമിയാണ്, സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് ഇന്ന് എല്ലാ ലോകരാജ്യങ്ങൾക്കും. ഒരു യുദ്ധത്തിൽ പോയി വെറുതെ തലവെച്ച് കൊടുക്കാൻ ഒരു രാജ്യവും ഇന്ന് തയ്യാറാവില്ല. കാരണം അങ്ങനെ മോണോപോളിയുള്ള രാജാക്കന്മാരെന്ന് ഓരോ സ്ഥലത്ത് ഇല്ലതാണ്. എല്ലായിടത്തും ഡെമോക്രാറ്റിക് ഭരണകൂടങ്ങളാണ്. അവരവരുടെ രാജ്യങ്ങളോട് അവർക്ക് ഉത്തരം പറയണം. ഇന്ത്യയിലും ഇതേ വിഷയമുണ്ട്. ഇന്ത്യൻ ഭരണകൂടത്തിലും ഒരു യുദ്ധത്തിലൂടെ എടുത്തു ചാടി ഇന്ത്യയുടെ പണം മുഴുവൻ മുടക്കി പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. നാളെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഞ്ഞി കൊടുക്കേണ്ടതാണ്, പറഞ്ഞു നിൽക്കേണ്ടതാണ്. രാജ്യത്തെ സാമ്പത്തിക ശേഷി തകർന്നതിന് രാജ്യത്തിലെ മൂട് ഒറ്റ നിലയ്ക്ക് മാറും. യുദ്ധത്തിൻ്റെ ആവേശമൊക്കെ പാത്രത്തിനകത്ത് ചോറില്ലാതാകുമ്പോൾ യുദ്ധത്തിൻ്റെ ആവേശമൊക്കെ തീരും. അപ്പം ഇത്തരം വിഷയങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് വെറുതെ പോയിട്ട് തല വെച്ച് കൊടുക്കാൻ ഒരു രാജ്യവും തയ്യാറാവുകയില്ല. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ ടാർഗറ്റ്സ് ഉണ്ട്. ഇറാന്റെ ഭൂപ്രദേശം പിടിച്ചെടുക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ലക്ഷ്യമേ അല്ല. അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഇറാന്റെ ന്യൂക്ലിയർ പവർ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അത് ഇസ്രായേലിന്റെ മാത്രം താല്പര്യമല്ല, അറബ് രാജ്യങ്ങളുടെ ഒക്കെ താല്പര്യമാണ്. കാരണം ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉള്ളിടത്തോളം കാലം സൗദി അറേബ്യയ്ക്കാവട്ടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനാവട്ടെ ഒരു സുന്നി അറബ് രാജ്യത്തിനും സമാധാനത്തോടെ ഉറങ്ങാനാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ന്യൂക്ലിയർ പവർ ഇല്ലാതാക്കുക എന്നുള്ളത് എല്ലാ അറബ് രാജ്യങ്ങളുടെയും താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് ഒരു രാജ്യവും അവരെ സഹായിക്കാൻ പോകുന്നില്ല. അവരുടെ എല്ലാവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അമേരിക്ക ഈ യുദ്ധത്തിലുണ്ടാവുക. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത്, അമേരിക്ക പോലും നിശ്ചയമായിട്ടും ആദ്യം ഇതിനകത്ത് ഇടപെടാനുള്ള സാധ്യത കുറവാണ്. ഇല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഒരു ന്യൂക്ലിയർ പവർ സെന്റർ നശിപ്പിക്കണമെങ്കിൽ മിസൈലിൻ്റെ അറ്റത്ത് ഘടിപ്പിക്കുന്ന ഒരു സാധാരണ ബോംബ് കൊണ്ട് സാധിച്ചു എന്ന് വരികയില്ല.
അപ്പോൾ അതിന് B-2 ബോംബേഴ്സിൽ നിന്നൊക്കെ വീഴുന്ന അതിഭീകരമായ അതിശക്തിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യമായി വരും. അത് മിസൈലിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉള്ള ബോംബുകൾ ഒരുപക്ഷെ ആവശ്യമായി വന്നേക്കാം. ഇപ്പോൾ B-2 ബോംബേഴ്സ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാൽ അമേരിക്ക ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അതർവൈസ് അമേരിക്കയ്ക്ക് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. അപ്പോൾ അവരുടെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ഇവരുടെ 6 ന്യൂക്ലിയർ, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, 6 ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആണ് ഇറാനുള്ളത്. ആ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് മാത്രമാണ് ടാർഗറ്റ്. വേറെ ഏതെങ്കിലും മിലിറ്ററി ടാർഗറ്റ്സോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ ഏതെങ്കിലും ഭൂപ്രദേശങ്ങളോ അവരുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികം നിയന്ത്രിക്കുന്ന വിഷയങ്ങളോ ഒന്നും യുദ്ധത്തിൻ്റെ ടാർഗറ്റായി വരികയില്ല. ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ആക്രമിക്കപ്പെടുക. അതിൻ്റെ പേരിൽ ഇറാൻ്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യാൻ ഒരു രാജ്യവും വരില്ല, ഒരു റഷ്യയും വരില്ല, ഒരു ചൈനയും വരില്ല. കാരണം ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള കോംപ്ലിക്കേഷൻ എന്താണെന്ന് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അങ്ങനെ ഇറാനെ വന്ന് സഹായിച്ച് ഇറാൻ്റെ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്തതുകൊണ്ട് ഈ റഷ്യയ്ക്കാവട്ടെ ചൈനയ്ക്കാവട്ടെ യാതൊരു നേട്ടവും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ അവരാരും ഇതിനകത്ത് തലവെക്കുകയില്ല. ഇതൊരു വേൾഡ് വാർ 3യിലേക്ക് പോകാനും പോകുന്നില്ല. ഇനി ഇതിൻ്റെ ആറ്റമിക് കേന്ദ്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറാന് കൊടുക്കാൻ പറ്റുന്ന റിട്ടാലിയേഷൻ അവർ നിശ്ചയമായും ഇസ്രായേലിനെയാണ് റിട്ടാലിയേറ്റ് ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഒരുപക്ഷെ അറബ് രാജ്യങ്ങളെ അവർ ലക്ഷ്യം വെച്ചേക്കാം. കാരണം ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുക എന്നുള്ളത് ഇന്ന് ഇറാനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം വളരെ അകലത്തിലാണ് ഇസ്രായേൽ കിടക്കുന്നത്. ഇസ്രായേലിനെ തളയ്ക്കാൻ വേണ്ടിയായിരുന്നു അവർ ലെബനോണിലും സിറിയയിലും അവരുടെ താവളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും അവർക്ക് വേണ്ട പപ്പൻ ഭരണകൂടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും ശ്രമിച്ചത്. ലെബനോണും സിറിയയ്ക്കും ഇസ്രായേലുമായി അതിർത്തിയുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഇറാന് വലിയ സ്വാധീനമുണ്ടെങ്കിൽ ഇറാന് വലിയ തോതിൽ ഇസ്രായേലിൻ്റെ മുകളിൽ ആക്രമണം അഴിച്ചുവിടാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് സാധിക്കും. ഇന്ന് ലെബനോണിലാവട്ടെ സിറിയയിലാവട്ടെ ഇറാന് യാതൊരു സ്വാധീനവുമില്ല. അതുകൊണ്ട് ഇസ്രായേൽ വരെ യാതൊരു ആക്രമണവും അവിടെ നിന്ന് അഴിച്ചുവിടാൻ സാധിക്കില്ല. ഇസ്രായേലോട് ആ കൈകൾ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. പിന്നീടുള്ളത് യമനാണ്. യമനിൽ നിന്ന് ഈ ഹൂതികളുടെ കയ്യിലുള്ളത് എന്താണെന്ന് നമുക്കറിയാം. മാത്രമല്ല യമനാണെങ്കിലും ശരി, ഇസ്രായേലിൻ്റെ അപ്പുറത്ത് സൗദി അറേബ്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിൻ്റെ അപ്പുറത്താണ് യമനുള്ളത്. പിന്നെ കടലിലൂടെ ആക്രമിക്കുക എന്നാണ്. ചെങ്കടലിലൂടെയോ മെഡിറ്ററേനിയനോ വന്നിട്ട് ഇസ്രായേലിൻ്റെ മേലെ തൊടാൻ പോലുമുള്ള യാതൊരു നാവികശേഷിയും ഇറാനില്ല. ഇറാൻ്റെ നാവികശേഷി വളരെ മിനിമമാണ്. ഇറാനിൽ ആകേണ്ടത് ഈ മിസൈലുകൾ മാത്രമാണ്. നേരെ മറിച്ച് ഇറാൻ്റെ തൊട്ട് കിടക്കുന്ന അറേബ്യൻ സീയിലെ എത്ര മുങ്ങിക്കപ്പലുകൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഉണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും ഇറാനില്ല. കാരണം അറേബ്യൻ ഗൾഫ് എന്ന് പറയുന്ന ആ ഒരു കടലിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ കിഴക്ക് ഭാഗം മൊത്തം ഇറാനാണ്. അപ്പം കടലിനകത്തുള്ള അതിർത്തിയിൽ എത്ര മുങ്ങിക്കപ്പലുകൾ ഇവരുടേതുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇറാന് യാതൊരു കണക്കും സാധ്യതയില്ല. കാരണം ഇറാന്റെ മുറ്റത്ത് വന്ന് ആക്രമിക്കാൻ ഇസ്രായേലിന് സാധിക്കും, അമേരിക്കയ്ക്ക് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക നിലയിലോ അവരുടെ മിലിറ്ററി പരമായ സൈനിക ശേഷിയുടെ നിലയിലോ ഒരുപാട് പട്ടാളക്കാരുണ്ട്, വലിയ സൈനിക ശക്തിയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് സൈനിക ശക്തി അല്ല, എയർഫോഴ്സ് എന്താണ്, എയർ പവർ എന്താണ് എന്നുള്ളതാണ് ഇന്ന് യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രധാന സംഗതി എന്ന് ഏറ്റവും അടുത്ത ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് പോലും നമ്മൾ കണ്ടതാണ്. ഗ്രൗണ്ട് ഫോഴ്സ് അല്ല യുദ്ധം നിയന്ത്രിക്കുന്നത്. കാരണം വേറൊരു രാജ്യത്തിൻ്റെ ഭൂമി പിടിച്ചെടുക്കാൻ ഇന്ന് ഒരു രാജ്യവും ശ്രമിക്കുകയില്ല. അത് ഫ്യൂട്ടൈലാണ്. ആർക്കും ഇന്ന് ഭൂമി ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റഷ്യ മാത്രമാണ് അമ്മാതിരി ഒരു മണ്ടത്തരത്തിന് നിൽക്കുന്നത്. അങ്ങനെ ഒരു മണ്ടത്തരത്തിന് നിൽക്കുന്നത് കൊണ്ടാണ് റഷ്യയുടെ ഈ യുദ്ധം അവസാനിക്കാതെ പോകുന്നത്. റഷ്യയ്ക്ക് ഉക്രൈനെ മൊത്തമായിട്ട് വിഴുങ്ങണം എന്നുള്ള റഷ്യയുടെ ആ അത്യാഗ്രഹം കൊണ്ടാണ് ഈ യുദ്ധം നീണ്ടു പോകുന്നതെന്ന്, അല്ലെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നീണ്ടുപോകുന്നതെന്നും രണ്ട് രാജ്യത്തെ ജനങ്ങളും ദുരിതങ്ങൾ അനുഭവിക്കുന്നതെന്നും നമുക്കറിയാം. പുടിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഏകാധിപതിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാജ്യത്തെ ആളുകൾക്ക് അദ്ദേഹത്തെ എക്സ്പെൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ സീറ്റിലിരിക്കുന്നതാണ്. ഇലക്ഷൻ നടത്തിയാൽ ഇന്ന് പുടിൻ്റെ കാര്യം പോക്കണം. നേരെ മറിച്ച് ഇന്ന് ഇസ്രായേൽ ഇലക്ഷൻ നടത്തിയാൽ നെതന്യാഹു വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഹൂതികളുടെ ആക്രമണം, ഹമാസിൻ്റെ ആക്രമണം, ഇത് തൻ്റെ രാജ്യത്തിന് നേരെ വരുന്നത് ഇറാനിൽ നിന്ന് കിട്ടുന്ന ബ്ലഡ് കൊണ്ടാണെന്നുള്ളത്, ഇറാനിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം കൊണ്ടാണെന്നുള്ളത് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ നേരെ തിരിയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണമായി തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ മീഡിയയൊക്കെ ഈ ഒരു സാധ്യതയെക്കുറിച്ച് ഇത്തരത്തിൽ പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് അറബ് രാജ്യങ്ങൾ ആരും തന്നെ ഈ ഹമാസ് അനുകൂലമായി സംസാരിക്കാത്തത് ഈ ഹമാസിൻ്റെ പുറകിലുള്ളത് ഇറാനാണ് എന്ന് അവർക്ക് വളരെ നിശ്ചയമുള്ളത് കൊണ്ടാണ്. ഹമാസ് എന്ന് പറഞ്ഞാൽ ഇറാൻ തന്നെയാണ്. ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ അറബ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച്
അവിടെ ഗാസയിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണ ജനത്തെ സംബന്ധിച്ച് അറബ് രാജ്യങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് എന്നുള്ളത് സത്യമാണ്. അവരതിനെക്കുറിച്ച് പറയാത്തത് ഇസ്രായേലിനെ പടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അതിനുവേണ്ടി അവർക്ക് വേണ്ടിയാണ് അമേരിക്ക ഇസ്രായേലിനോട് സംസാരിക്കുന്നത്. ഗാസയിലെ യുദ്ധം നിർത്തണം എന്ന് അമേരിക്ക ഇസ്രായേലിനോട് സംസാരിക്കുന്ന വാസ്തവത്തിൽ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അറബ് രാജ്യങ്ങളൊന്നും ഇറാന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇറാനെ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ സഹായിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണ ഇറാനില്ല. മാത്രമല്ല നമ്മളുടെ ഇവിടെ മലയാള മാധ്യമങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആളുകൾക്കും അത്തരം ഒരു തെറ്റിദ്ധാരണ വേണ്ട. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയില്ല. ഇപ്പോൾ വേൾഡ് വാർ 3 ഈ സംഗതി പോവുകയില്ല. അത് ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ ഈ ന്യൂക്ലിയർ കേന്ദ്രങ്ങളുമായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പരിമിതമായ ആക്രമണം നടക്കും. ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ തകർക്കപ്പെടും. തിരിച്ചാക്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഇപ്പോൾ കാണിച്ചതുപോലെ എന്തെങ്കിലും ഒരു ഗോഷ്ഠി കാണിച്ച് ഇറാൻ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് സാധ്യത.